തിരുവനന്തപുരം കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി ബെൻസൻ്റെ ആത്മഹത്യ. ഈ ആത്മഹത്യയിൽ ആരോപണ വിധേയനായി, അതായത് സ്കൂളിലെ ക്ലർക്കുമായി പ്രശ്നമുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഈ ബെൻസന് മനോവിഷമം ഉണ്ടാക്കുന്നു. അങ്ങനെ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്നാണ് നിലവിലെ നിഗമനം. ഇപ്പോൾ ഈ ഒരു ആരോപണ വിധേയനായ ക്ലർക്ക് സനൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. ശരിക്കും താൻ നിരപരാധിയാണ് എന്നൊരു പ്രതികരണമാണ് സനൽ മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നത്. അതായത് സംഭവിച്ചത് എന്താണ് എന്ന് ക്ലർക്ക് സനൽ പറയുന്നത്, മരിച്ച വിദ്യാർത്ഥി ഇന്നലെ ഓഫീസിലെത്തി സീലെടുത്തിരുന്നു. അധ്യാപിക പറഞ്ഞിട്ടാണ് സീലെടുക്കുന്നതെന്ന് ഈ ബെൻസൺ ക്ലർക്കിനോട് പറയുന്നു. എന്നാൽ വിദ്യാർത്ഥി സീലെടുക്കേണ്ട കാര്യമില്ലാത്തതിനാൽ അതായത് ക്ലർക്കായ സനൽ അത് തടയുകയായിരുന്നു. ഇതോടെ വിദ്യാർത്ഥി, അതായത് ബെൻസൺ തന്നോട് ദേഷ്യപ്പെട്ടു. തൻ്റെ ഡ്യൂട്ടിയാണ് താൻ ചെയ്തത് എന്നാണ് സനൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ ഈ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നും സനൽ പ്രതികരിച്ചിരിക്കുകയാണ്. ലീവ് എടുത്തത് മറ്റ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇന്നലെ രാത്രിയോടെ ഈ ക്ലർക്ക് സനൽ നാളെ താൻ ലീവായിരിക്കുമെന്ന് സ്കൂൾ അധികൃതരോട് അറിയിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ലീവ് എടുത്തപ്പോൾ അതിലൊരു ദുരൂഹത ഉണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ താൻ ലീവ് എടുത്തത് മറ്റ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നാണ് ഇപ്പോൾ സനൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. പോലീസ് വിളിച്ചപ്പോൾ മാത്രമാണ് താൻ ഈ ബെൻസൻ്റെ മരണവിവരം അറിയുന്നത്. അതായത് പോലീസ് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ബന്ധപ്പെട്ടിരുന്നു. പോലീസ് പറഞ്ഞിട്ടാണ് ബെൻസൺ മരിച്ചു എന്ന് അറിയുന്നത്. ഈ വിദ്യാർത്ഥി ഏത് ക്ലാസ്സിലാണെന്നോ പേരെന്താണെന്നോ, അതായത് ബെൻസനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും, അതായത് മറ്റ് വിവരങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നാണ് ഈ സനൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ തന്നെ കുറ്റക്കാരനാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ താനൊരു കുറ്റക്കാരനാണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്നും അങ്ങനെ ശ്രമിച്ചാൽ താൻ ഇതിനെ നിയമപരമായി നേരിടും എന്നാണ് ഇപ്പോൾ സനൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ക്ലർക്കായുള്ള സനലിൻ്റെ ഈ ഒരു പ്രതികരണം വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ പലരും നമ്മളോട് പ്രതികരിച്ചത് ക്ലർക്കിനെതിരെ തന്നെയാണ്. അദ്ദേഹം ഒരു പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറാറുണ്ട് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ഇവിടുത്തെ പല വിദ്യാർത്ഥികളും മറ്റ് പലരും നമ്മളോട് പ്രതികരിച്ചത്. പ്രത്യേകിച്ച് ഈ ബെൻസൻ്റെ വിഷയം കൂടി വന്നപ്പോൾ, കഴിഞ്ഞ ദിവസം ബെൻസനുമായി ക്ലർക്ക് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നു, പിന്നാലെ ബെൻസൺ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ക്ലർക്കിനെയും കൂടി ഒരു ചൂണ്ടുവിരലിൽ നിർത്തുന്ന ഒരു തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സനലിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. താൻ നിരപരാധിയാണ്, തന്നെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചാൽ താൻ നേരിടും എന്ന ഒരു പ്രതികരണം ഇപ്പോൾ സനൽ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ എന്തായാലും സനൽ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സനലിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. സനൽ ഇത്തരത്തിലൊരു പ്രതികരണം എന്തായാലും നടത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബെൻസൻ്റെ മരണത്തിൽ ഈ സനലിന് പങ്കുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാവുകയാണ്. ഈ ബെൻസൺ ഇങ്ങനെ ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് തീർച്ചയായിട്ടും ഇവർ തമ്മിൽ വാക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി. സ്വാഭാവികമായിട്ടും അതൊരു മാനസിക പ്രശ്നത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തന്നെയാണോ ഈ ബെൻസൻ്റെ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ട കാരണം, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന ചോദ്യം ഇവിടെ ശക്തമാവുകയാണ്. എന്തായാലും ഈ +1 വിദ്യാർത്ഥി ബെൻസൻ്റെ മരണത്തിൽ വളരെയധികം ദുരൂഹതകൾ, അതായത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ട ഈ ഒരു സാഹചര്യത്തിൽ, ക്ലർക്കിനെതിരെ ആരോപണങ്ങൾ ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ക്ലർക്കിൻ്റെ തന്നെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് ക്ലർക്കായ സനലിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ക്ലർക്കിൻ്റെ ഒരു പ്രതികരണവും നിർണായകമായി മാറിയിരിക്കുകയാണ്. എന്തായാലും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ക്ലർക്കിനെ ഒരു അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുക, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ ആശങ്ക വളരെയധികം ശക്തമാണ്. എന്തായാലും വളരെ നിർണായകമായി സനലിൻ്റെ ഒരു പ്രതികരണം മാറിയിരിക്കുകയാണ്.